മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി കോഴിക്കോടെത്തിയ വി.ഡി. സതീശന് വമ്പിച്ച സ്വീകരണം നൽകി നാട്. പൗരാവലിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണത്തിൽ നികുതി വെട്ടിപ്പ് തടയുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയത്. നികുതി അടച്ച് ശീലമില്ലാത്തവരെ പോലും നികുതി അടപ്പിക്കുമെന്നും ഖജനാവിൽ പണം എത്താത്തതിലാണ് പുതിയ ഇടപെടലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പലതവണ കോഴിക്കോടെത്തിയ വി.ഡി. സതീശന് മുഖ്യമന്ത്രിയായ ശേഷം അതേ പൗരാവലിയാണ് സ്വീകരണമൊരുക്കിയത്. രാഷ്ട്രീയ, സാംസ്കാരിക, വ്യവസായ, ചലച്ചിത്ര മേഖലയിലുള്ളവർ വി.ഡി. സതീശനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കോഴിക്കോടിന്റെ മന്ത്രിയായി താൻ പ്രവർത്തിക്കുമെന്നും ബജറ്റിൽ കോഴിക്കോടിന് പ്രത്യാശ നൽകുന്ന കാര്യങ്ങളുണ്ടാകുമെന്നും ഇതിനായി നികുതി വെട്ടിപ്പ് തടയുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. സർക്കാരിലേക്ക് വരേണ്ട നികുതി പണം അവിടെ എത്തും. ഒരു കോംപ്രമൈസും ഇല്ല. ആര് വന്നാലും കോംപ്രമൈസ് ഇല്ല. സർക്കാരിലേക്ക് കിട്ടേണ്ട പണം പാവപ്പെട്ടവന് പെൻഷനായും സഹായമായും ചികിത്സാ സഹായമായും നല്ല ആശുപത്രികൾ ഉണ്ടാക്കിയും കൊടുക്കേണ്ട പണമാണത്. ആ പണം വരേണ്ട സ്ഥലത്ത്, ആ പെട്ടിയിൽ വരേണ്ട സ്ഥലത്ത് ആ പണം വരും. ബേപ്പൂർ ഹാർബർ, എയിംസ്, വിമാനത്താവളത്തിലേക്കുള്ള 4 വരിപ്പാത തുടങ്ങിയ ആവശ്യങ്ങളാണ് എം.കെ. രാഘവൻ MP മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച അറേബ്യൻ രാജ്യങ്ങളുമായി ആരംഭിച്ച വാണിജ്യ വ്യാപാര ബന്ധത്തിന്റെ സ്മൃതികൾ ഉണർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സീപോർട്ട് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് മലബാറിൽ വിഴിഞ്ഞം പോലെ മലബാറിൽ ബേപ്പൂർ ഒരു സീപോർട്ടിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു തരണമെന്നാണ് വിനയപൂർവ്വം എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശനെന്ന് അഭിസംബോധന ചെയ്ത മുൻ മന്ത്രി M.K. മുനീർ താൻ വി.ഡി. സതീശനാവാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു വേദിയിൽ അറിയിച്ചത്. അതിവേഗം ഇന്ത്യയിലെ 1ാം സംസ്ഥാനമാക്കാൻ നമുക്കിത് ഒരു പ്രഗത്ഭനായ വ്യക്തി അതിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം അദ്ദേഹത്തെ ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ചും പുതിയ തലമുറ. വി.ഡി. സതീശൻ എന്ന നേതാവിനെ കണ്ടാണ് താൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിനൊപ്പം സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞ ചലച്ചിത്രതാരം ജോയ് മാത്യു കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരുന്നുവെന്നും അതിൽ ഇനി മാറ്റം വരുമെന്നും പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാടുകളോടുള്ള ആദരവ് തോന്നിയിട്ടാണ് ഞാൻ ശരിക്കും ഈ പ്രസ്ഥാനവുമായി എടുക്കുന്നത്. ഞാനൊരു ഇടതുപക്ഷ ചിന്ത വെച്ച് പുലർത്തുന്ന ആളാണ്. പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്ന CPM-ന്റെ വ്യാജ ഇടതുപക്ഷമല്ല. മനുഷ്യനെ സ്നേഹിക്കുന്ന, നാട് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന, മതസൗഹാർദ്ദം വെച്ച് പുലർത്തുന്ന ഒരു വലിയ വിശാലമായ ഒരു ഇടതുപക്ഷ മനസ്സ്. ഞാൻ നോക്കുമ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞു വരുന്ന പ്രസംഗങ്ങളൊക്കെ ആ ഒരു മനസ്സോട് അടുത്തടുത്ത് നിന്നു. +2 പാസ്സായിട്ടും നിരക്ഷരായി തുടരുന്ന കേരളത്തിലെ സാഹചര്യത്തിന് മാറ്റം വരണമെന്നായിരുന്നു M.N. കാരശ്ശേരിയുടെ ആവശ്യം. നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ റോഡും പാലവും വിമാനത്താവളവും തുറമുഖവും റെയിൽവേ സ്റ്റേഷനും ഒക്കെയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം വളരെ വളരെ സത്യമായും താഴെയാണ്. പരീക്ഷ എഴുതാതെ, മാർക്ക് കിട്ടാതെ ഇത്ര ശതമാനം കുട്ടികൾ ജയിക്കണം എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്ന ഒരു പരീക്ഷാ സമ്പ്രദായം നിർഭാഗ്യവശാൽ കേരളത്തിൽ നിലവിലുണ്ട്. വി.ഡി. സതീശൻ യുവാക്കൾക്ക് റോൾ മോഡലാകുമെന്നായിരുന്നു ഗോവ മുൻ ഗവർണർ P.S. ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ. പീപ്പിൾ ആർ സുപ്രീം. ജനങ്ങളാണ് പരമാധികാരികൾ. ബാക്കി എല്ലാവരും, ജനപ്രതിനിധികളായ നാം എല്ലാവരും, ജനങ്ങൾ മാൻഡേറ്റ് നൽകി അവരോട് 5 കൊല്ലം ഞാൻ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഭരിക്കാം, ഞാൻ നിങ്ങളുടെ സേവകനാണെന്നുള്ള അർത്ഥത്തിലാണ് ജനാധിപത്യത്തിൽ നമ്മുടെ അധികാരം നിക്ഷിപ്തമായ ആളുകളെല്ലാം ഉള്ളത്. അവിടെ എനിക്കൊരു പ്രതീക്ഷയുള്ളത്, എനിക്ക് 100% ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരാള് ശ്രീ വി.ഡി. സതീശനാണ്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി. ന്യൂസ് മലയാളം, കോഴിക്കോട്.